Hello my students, from the last class we studied about goiter. So what do you mean by goiter? നമ്മുടെ അയഡിൻ്റെ എമൗണ്ട് കുറയുന്ന ആ ഒരു കണ്ടീഷൻ ഒരു ഡിസീസ് ആയിട്ട് മാറുന്നതാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോണത് റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം. എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് ഈസ് 9 to 11 mg per 100 ml ആണ്. ദ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg per 100 ml ആണ്. ഓക്കെ, when the level of calcium in blood increases, when ഈ ഒരു 9 to 11 mgനേക്കാളും നമ്മുടെ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് എ ഹോർമോൺ called calcitonin. It lowers the level of calcium in blood. സോ ഈ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ ഹോർമോണ് എന്ത് ചെയ്യുന്നുണ്ട്, കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, it lowers the level of calcium in blood. What happens if there is a decreased the level of calcium in blood? So ബ്ലഡിൽ കാൽഷ്യത്തിന് എമൗണ്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, the parathyroid gland situated behind the thyroid gland secrete a hormone called parathormone. So parathyroid gland which is situated behind the thyroid ഗ്ലാൻഡിൻ്റെ തൊട്ടു പിന്നെ സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് കാൾഡ് പാരാത്തോർമോൺ. ദിസ് ഹോർമോൺ ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്താൽ അതിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻക്രീസ് ചെയ്തൊരു കണ്ടീഷനാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ ഹോർമോൺ അതിനെ ഡിക്രീസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ ആൻഡ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാത്തോർമോണാണ് കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് 9 to 11 mg per 100 ml ആണ്. ഇത് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, കാൽസിറ്റോണിൻ, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ആ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, prevent the process of mixing of calcium from bones to blood. ബോൺസിൽ നിന്നും ബ്ലഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാൽഷ്യത്തിൻ്റെ മിക്സിംഗ് പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് സ്റ്റോർ ദ എക്സസ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്. ബ്ലഡിൽ നിന്നും ബോൺസിലോട്ടുള്ള എക്സസ് കാൽഷ്യത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലെവൽ അവിടെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ ഈ ഒരു ലെവൽ ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാത്തോർമോണാണ് ആ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. സോ അവിടെ വരുന്ന എങ്ങനെയാണ് ആ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, റീഅബ്സോർബ് കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്. എന്ത് ചെയ്യുന്നുണ്ട്, കിഡ്നിയിൽ നിന്നും ബ്ലഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാൽഷ്യത്തെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രിവെൻറ്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. ബോൺസിൽ കാൽഷ്യത്തിൻ്റെ സ്റ്റോറേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 4 മെത്തേഡ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, കാൽഷ്യത്തിൻ്റെ ആ ഒരു 9 to 11 mg per 100 ml എന്ന് പറയുന്ന ആ ഒരു റേറ്റ് ഈ 2 ഹോർമോൺസ് വഴി അവിടെ റെഗുലേറ്റ് ചെയ്യുന്നത്. Okay, got it? Okay, and the next one is the gland only up to youth. Thymus is an endocrine gland situated behind the sternum. This gland is very active during infancy but constrict as we reach puberty. സോ ദ തൈമസ് ഗ്ലാൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അത് നമ്മുടെ സ്റ്റേണത്തിൻ്റെ ബിഹൈൻഡിലാണ് ഇത് കാണപ്പെടുന്നത്. ആൻഡ് ഈ ഒരു ഗ്ലാൻഡ് ഇത് ആക്റ്റീവ് ആവുന്നത് ഇൻഫാൻസി പീരീഡിലും പ്യൂബേർട്ടി എത്തുമ്പോൾ ഇതിൻ്റെ ഗ്രോത്തൊക്കെ കുറച്ചൊന്ന് കൺസ്ട്രിക്റ്റ് ചെയ്യുന്നത്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കാൾഡ് തൈമോസിൻ. സോ തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ വിളിക്കുന്ന പേരാണ് തൈമോസിൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് യൂത്ത് ഹോർമോൺ. So the thymosin hormone is also called youth hormone. Okay,
The major function of this gland is to control the activities and maturation of T lymphocyte, which help to impart immunity. So what are the main functions of a thymus gland or a youth hormone? എന്താണ് major function എന്ന് വെച്ചാൽ? Yes, it control the activities and maturation of T lymphocyte. T lymphocyte ന്റെ activitiesനെയും maturation control ചെയ്യുക. And they helps to impart immunity. Immunity means നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ പങ്കെടുക്കുന്നതാണ് T lymphocyte. അതിൻ്റെ ആക്ടിവിറ്റീസിനെയും മെച്ചുറേഷനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് തൈമോസിൻ or otherwise called youth hormone function. Okay, and the next topic is during emergencies. The hormone secreted by the adrenal gland equip the body to act during emergency. So നമ്മളൊരു പെട്ടെന്ന് സഡൻ ചേഞ്ചസ് അല്ലെങ്കിൽ സഡൻ ആയിട്ടൊരു എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ് ഈ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്നത്. സോ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പിക്ചർ അവിടെ കാണുന്നുണ്ട്. മെയിനായിട്ടും അഡ്രീനൽ ഗ്ലാൻഡിന് 2 പാർട്സ് ആണുള്ളത്. ഫ്രം ദി പിക്ചർ വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ 2 പാർട്സ് ആർ ഇന്നർ മെഡുല്ല ആൻഡ് ദി ഔട്ടർ കോർട്ടെക്സ്. ഓക്കെ, ഏതൊക്കെയാണ് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ 2 പാർട്സ്? ഇന്നർ മെഡുല്ല ആൻഡ് ഔട്ടർ cortex are the main 2 part. ഇന്നർ മെഡുല്ലയിൽ കാണപ്പെടുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ, otherwise called adrenaline, and the next one is norepinephrine. Okay, and outer cortex ൽ കാണപ്പെടുന്ന മെയിൻ 3 ഹോർമോൺസ് ആണ് cortisol, aldosterone, and at last sex hormone. Okay, so adrenal glands ൽ കാണപ്പെടുന്ന മെയിൻ 2 പാർട്സ് ആണ് ഇന്നർ മെഡുല്ല ആൻഡ് ദി ഔട്ടർ കോർട്ടെക്സ്. ഇന്നർ മെഡുല്ലയിൽ കാണുന്ന മെയിൻ 2 പാർട്സ് ആണ് എപ്പിനെഫ്രിൻ, otherwise called adrenaline, and the next one is norepinephrine or noradrenaline. സോ എന്താണ് എപ്പിനെഫ്രിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കാം. It acts along with the sympathetic nervous system during emergencies. So before that, I would like to ask a question. What do you mean by sympathetic nervous system? Yes, from the first chapter, we already discussed that what is sympathetic nervous system. Yes, sympathetic and parasympathetic system arising from the autonomous nervous system. അതായത് എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഈ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തോട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദസ് വി ക്യാൻ റെസിസ്റ്റ് ഓർ വിഡ്രോ അവർ സെൽസ് ഫ്രം സച്ച് സിറ്റുവേഷൻസ്. ഇങ്ങനെ സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് റെസിസ്റ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ. ഇറ്റ് ആക്ട്സ് അലോങ് വിത്ത് ദി എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിനുമായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നോർ എപ്പിനെഫ്രിൻ്റെ ഫങ്ഷൻ. ഇതാണ് ഇന്നർ മെഡുല്ലയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഔട്ടർ കോർട്ടെക്സിൽ കാണപ്പെടുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് കോർട്ടിസോൾ, ദ സിന്തസൈസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുക. സ്ലോ ഡൗൺ ദി ആക്ഷൻ ഓഫ് ഡിഫെൻസ് സെൽസ്. ഡിഫെൻസ് സെൽസിൻ്റെ ആക്ഷനെ സ്ലോ ഡൗൺ ചെയ്യുക. ആൻഡ് കൺട്രോൾ ഇൻഫ്ലമേഷൻസ് ആൻഡ് അലർജീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ദ കോർട്ടിസോൾ ഹോർമോൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആൽഡോസ്റ്റിറോൺ. ഇറ്റ് മെയിൻറ്റെയിൻ ദ സാൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ്, മെയിൻറ്റെയിൻ ബി പി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാൾട്ട് വാട്ടർ ലെവൽ കിഡ്നീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെക്സ് ഹോർമോൺ. കൺട്രോൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് സെക്സ് ഓർഗൻസ്. സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഫങ്ഷനും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെക്സ് ഹോർമോൺസ്. ദ ക്യാൻ
ഇത് എവിടെയാണ് കാണാൻ പറ്റുന്നത്? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് സീൻ ഇൻ ദി ഔട്ടർ കോർട്ടെക്സ്. ഓക്കെ, ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പൊസിഷൻ ആൻഡ് പാർട്സ് ഓഫ് ദി അഡ്രീനൽ ഗ്ലാൻഡ്. എവിടെയാണ് പൊസിഷൻ? അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ്? നമ്മുടെ കിഡ്നിക്ക് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് എബോവ് ദി കിഡ്നി ആൻഡ് ദ മെയിൻ പാർട്സ് ആർ ഇന്നർ മെഡുല്ല ആൻഡ് outer cortex. And the second question, hormonal actions that overcome emergency situations. എന്താണ് hormonal actions എന്ന് എഴുതുക. And next question, hormones produced by the cortex and their functions. ഏതൊക്കെ ഹോർമോൺസ് ആണ് കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് എന്താണ് അതിൻ്റെ ഫങ്ഷൻസും കൂടി നോട്ടിൽ ആൻസർ എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്യുക. Okay, and the next topic is biological clock. Sleeping and waking up are examples for rhythmic bodily activities. Is it? Yes. Those kind of activities are controlled by the pineal gland. So നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതൊക്കെ ഒരു റിതമിക് ആക്ടിവിറ്റീസ് ആണ്. ഈ ഒരു ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതും ഒരു ഗ്ലാൻഡ് ആണ്. ആൻഡ് ദ ഗ്ലാൻഡ് ഈസ് കോൾഡ് പൈനിയൽ ഗ്ലാൻഡ്. ഇറ്റ് ഇസ് സീൻ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ സെൻറ്ററിലാണ് ഈ പൈനിയൽ ഗ്ലാൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, melatonin, a hormone produced by this gland, helps to maintain the rhythm of our daily activities. So pineal gland produce ചെയ്യുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒരു കുഴപ്പവും കൂടാതെ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് മെലറ്റോണിൻ ഈസ് ഹൈ അറ്റ് നൈറ്റ് ആൻഡ് ലോ ഡ്യൂറിങ് ദി ഡേ. നൈറ്റ് ടൈമിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൈ ആയിട്ടും നമ്മുടെ ഡേ ടൈമിൽ അതിൻ്റെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറവുമാണ്. ഓക്കെ, ഹൗ ഡസ് ദ പ്രസൻസ് ഓഫ് മെലറ്റോണിൻ ഇൻഫ്ലുവൻസ് സ്ലീപ്പ് ആൻഡ് വേക്കിംഗ് അപ്പ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദി ഇൻഫറൻസസ്. When the level of melatonin increases, we feel sleepy, and when the ലെവൽ ഓഫ് മെലറ്റോണിൻ ഡിക്രീസസ് വി വേക്കപ്പ്. അതായത് മെലറ്റോണിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് സ്ലീപ്പ് എന്ന് പറയുന്നൊരു ഫീല് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്? വേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫീല് വരുന്നത്. ലൈക്ക് ദിസ് ഹോർമോൺ ആൾസോ കൺട്രോൾ ദ റിപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസം ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് റിപ്രൊഡക്റ്റീവ് പീരീഡ്. ഇത് അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവിൻ്റെ ആക്ഷൻസിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്നത്. സോ പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ആണ് നമ്മുടെ ലൈഫിൻ്റെ റിതമിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് നൈറ്റ് ടൈമിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലും ഡേ ടൈമിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറവുമായിരിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബിഹൈൻഡ് ഗ്രോത്ത്. ഓക്കെ, ഗ്രോത്ത് ഓഫ് ദ ബോഡി ടേക്സ് പ്ലേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോർമോൺസ്. സോ ഇത്രയും പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കണം, ഹോർമോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ്ഡ് ദി ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത്. നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്തിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, സോ എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പൊസിഷൻ? ആ ഒരു പിക്ചറിൽ നോക്കൂ. യെസ്, ഇറ്റ് ഇസ് സീൻ ബിലോ ദി ഹൈപ്പോതലാമസ്. നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ടായിട്ടുള്ള ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെയാണ് വി ക്യാൻ സീ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദ സ്ട്രക്ചർ. ഇതിനൊരു ആൻറ്റീരിയർ ലോബും പൊസ്റ്റീരിയർ ലോബും പ്രസൻ്റ് ആണ്. ആൻറ്റീരിയർ ലോബിൽ നമുക്ക് പോർട്ടൽ വെയിനും പൊസ്റ്റീരിയർ ലോബിൽ നമുക്കൊരു നെർവ് ഫൈബേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് the next topic is somatotropin, the hormone that promote growth of the body during its growth phase is the growth hormone. So what do you mean by somatotropin? Yes, എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡീൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഹോർമോൺ. അത് നമ്മുടെ ഗ്രോത്ത് പീരീഡിൽ, ഒരാളെ ഗ്രോത്ത് പീരീഡ് എന്ന് വെച്ചാൽ അറ്റ്മോസ്റ്റ് ഒരു 18-20 ആ ഒരു പീരീഡ് വരെ ആ ഒരു ഗ്രോത്ത് ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ റെഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഫേസ്. അവിടെ ആ ഒരു ഹോർമോൺ ആക്റ്റീവ് ആണെങ്കിൽ അയാൾ എന്താണ്? അയാൾ ഏകദേശം അയാളുടെ എല്ലാ ഗ്രോത്ത് ഫേസും കവർ ചെയ്തു. And that hormone is called somatotropin. Okay, what's the name of the hormone? Somatotropin
എന്ന് പറയുന്ന ഹോർമോണാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോത്തിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, if the production of somatotropin increases during the growth phase. സോ നമ്മുടെ ഗ്രോത്ത് ഫേസിൽ ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് കണ്ടീഷൻസ് ലീഡ്സ് ടു ദ എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് ജൈക്കാൻഡിസം. സോ നമ്മുടെ ഗ്രോത്ത് ഫേസിൽ ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി എക്സസീവ് ഗ്രോത്ത് ആവും ആൻഡ് ദ കണ്ടീഷൻ ഈസ് കാൾഡ് ജൈക്കാൻഡിസം. Okay, it leads to another stage called dwarfism when its productions decreases during the growth phase. സോ ഗ്രോത്ത് ഫേസിൽ തന്നെ എന്താണ് അതിൻ്റെ പ്രൊഡക്ഷന് കുറയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡ്വാർഫിസം. ഓക്കെ, ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ ഡ്വാർഫിസം, കൂടുകയാണെങ്കിൽ ജൈക്കാൻഡിസം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഈസ് അക്രോമെഗാലി is the condition caused by the excessive production of somatotropin after the ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ദ ഫേസ്, ജോസ്, ഫിംഗേഴ്സ്. നമ്മുടെ ഫേസിൽ, ജോസിൽ, ഫിംഗേഴ്സിലൊക്കെ കാണുന്ന ബോൺസ് അഡീഷണൽ ഗ്രോ ചെയ്യും. ആൻഡ് ദ കണ്ടീഷൻ ഈസ് കാൾഡ് അക്രോമെഗാലി. അതായത് നമ്മൾ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. സോ സൊമാറ്റോട്രോപ്പിൻ ആ ഒരു പാർട്സിൽ വരുന്നതാണ് 3 കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ജൈക്കാൻഡിസം ആൻഡ് ഡ്വാർഫിസം എന്താണെന്ന് പറഞ്ഞു, ആൻഡ് അക്രോമെഗാലി എന്താണെന്ന് പറഞ്ഞു. സോ ഈ 3 ഡിസീസിനെയും കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട്സ് എഴുതുക. ആൻഡ് ഡ്യൂറിങ് എമർജൻസി എന്ന് പറയുന്ന ഒരു പേജിൽ 3 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും എഴുതുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. Thank you. Have a nice day.